നിങ്ങളോട് ഞാൻ പറയുന്നു, ഇതിൽ ആരാ തെറ്റ്? സ്ത്രീ തെറ്റുകാരിയാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് മറുപടി പറയും? ഞാൻ പറയാണ്, രാഹുൽ മാങ്കൂട്ടം സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാവുന്നേ. സന്തോഷമുള്ള ഒരു വാർത്ത ഇപ്പൊ അങ്ങോട്ട് വന്നതേ ഉള്ളൂ. 10 കോടി നഷ്ടപരിഹാരം വേണം, മോശക്കാരനാക്കി ചിത്രീകരിച്ചു. MA ഷഹനാസിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചു രാഹുൽ മാങ്കൂട്ടം. സന്തോഷമായില്ലേ? ഈ പെണ്ണിന് ഇച്ചിരി അഹങ്കാരം കൂടുതലായിരുന്നു. ഇവൻ മറ്റേത് മറിച്ചത്, അവൻ മറ്റേവനാണ് മറിച്ചവനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീരവാദം അടക്കിയായിരുന്നു. പിന്നെ ഇന്നലെ അവർ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, ഈ പറഞ്ഞ രാഹുൽ ഈശ്വരും ആയിട്ടുള്ള. എനിക്കാണെങ്കിൽ ചിരി അടക്കാൻ സത്യം പറയാലോ. നല്ല സന്തോഷമുള്ള ഒരു വാർത്തയായിട്ട് എന്റെ ഒരു സന്തോഷമാണ്, ഉള്ള കാര്യം പറയാലോ. പിന്നെ അതുപോലെ ഇന്നലത്തെ ഈ ഷഹനാസ് എന്ത് വിവരക്കട വിളിച്ചു പറയുന്നത്, ഞാനിന്നലെ സത്യം പറഞ്ഞ എനിക്ക് അയ്യടാന്നായിപ്പോയി. കാരണം ഒരു ചുക്കും ഒരു ചുണ്ണാമ്പ് പറയാത്ത ഒരുത്തിയെ പിടിച്ചിട്ട് ഇവന്മാർ എന്തിനാ ഇവിടെ പിടിച്ച് ഇരുത്തിയെന്ന് ആലോചിച്ച് അയ്യടാന്നായിപ്പോയതാ കേട്ടോ. സത്യം പറയാലോ, ആ ഒരു ഇന്റർവ്യൂ ഞാനൊന്ന് വെച്ചുതരാം, നിങ്ങൾ തന്നെ ഞെട്ടിപ്പോ. നിങ്ങളിപ്പോ ഹാപ്പി ആയില്ലേ? 10 കോടിയാണ്, 10 കോടി നഷ്ടപരിഹാരം കൊടുത്തേ പറ്റൂ എന്നുള്ള രീതിയിലാണ്. ഓക്കെ, എന്തായാലും കാര്യത്തിലോട്ട് എന്തായാലും നമുക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. നിങ്ങൾക്ക് ഹാപ്പി ആയിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായം പറയാം. ജസ്റ്റിസ് ഫോർ രാഹുലിനും കൂടെ കൊടുക്കുക. രാഹുലിനെ ഇഷ്ടപ്പെടുന്നവർ ഇത് ലൈക്ക് അടിച്ചേക്കുക. പിന്നെ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് സബും കൂടെ ചെയ്തേക്കാം. പ്രധാനപ്പെട്ട ഇന്നലത്തെ ചർച്ച അതൊന്ന് വെച്ച് തരാം. ഞാൻ ഒരു ട്രോളിൽ എടുക്കുകയാണ് കേട്ടോ. ചർച്ച 1 മണിക്കൂറോളം ഉണ്ടായിരുന്നു. അത് മൊത്തം ഒരു കണ്ട് അത്രയും കട്ട് ചെയ്ത് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാകുന്നതുകൊണ്ട് ഞാൻ ട്രോളിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ അവർ കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കട്ട് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. അതുകൂടെ പറഞ്ഞേക്കാം. ഇങ്ങനെ ഈ ഒരു വിധി ഇപ്പൊ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ മുതല് പല തരത്തിൽ നമ്മുടെ കേരളത്തിൽ അത് തെറ്റായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ പറയാം, ആ ഒരു സ്ത്രീ വിവാഹിതയായ ഒരു സ്ത്രീയാണ്. അവര് ഇവിടെ നമ്മുടെ ഒരു കേരളത്തിൽ പ്രാവശ്യം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നുള്ളത് കൊണ്ട് എനിക്ക് അടുത്ത പ്രാവശ്യം ക്രൂരമായിട്ട് ആ സ്ത്രീയെ സമീപിക്കാൻ പാടില്ല എന്നൊക്കെ വിചാരിക്കുന്ന ഒരുപാട് മനുഷ്യർക്കിടയിലാണ് നമ്മളിത് ജീവിക്കുന്നത്. ഇവളെന്ത് തേങ്ങയാ പറയുന്നത്? ആദ്യത്തെ വെട്ടം നല്ല രീതിയിൽ നടന്നു, രണ്ടാമത്തെ വെട്ടം ക്രൂരമായിട്ട് നടന്നു. ഇതൊക്കെയാണ് ഇവിടെ സംസാരവും കാര്യങ്ങളൊക്കെ. ഇവിടെ എന്തിനാ ചർച്ചയ്ക്ക് കൊണ്ടുവന്നത്? ഒരു പെണ്ണിൻകുട്ടിക്ക് ഒരു നീതി മേടിച്ചു കൊടുക്കാൻ വേണ്ടിയാണെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കണം. അല്ല, ആദ്യത്തെ വെട്ടം നല്ല രീതിയിൽ നടന്നു, രണ്ടാമത്തെ വെട്ടം ക്രൂരമായിട്ട് നടന്നു. കാരണം ആ ഒരു ഇന്റർവ്യൂ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കും പറയുന്ന മൊത്തം വിവരക്കേടാണ്. അവർ ചോദിക്കുന്നതിനൊന്നും ഒരു ഉത്തരവില്ല അവർക്ക്. ഇല്ല, പൊട്ടന്മാരെ പറ്റിക്കുന്ന പോലെ ഇങ്ങനെ കളിപ്പിച്ച് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. സീരിയസ്ലി ഒരു കഥ അറിയാതെ വന്ന ആട്ടം കാണുന്ന ഒരു സ്ത്രീയായിട്ട് എനിക്ക് തോന്നിയത്. അവരുടെ സംസാര രീതികളൊക്കെ കാണുമ്പോഴൊക്കെ ഇതിൽ പറയുന്ന രണ്ടാമത്തെ വട്ടം അങ്ങോട്ട് സംഭവിച്ച സമയത്ത് അങ്ങാണ്ട് വൈൽഡ് സെക്സ് എന്നൊക്കെ കടന്ന് ഒരു പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. രാഹുൽ ക്രൂരമായിട്ട് അവരെ ദ്രോഹിച്ചു എന്നൊക്കെയാണ് അതിൽ പറയുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ബാക്കിയും കൂടെ കേൾക്കാം. അതേ യുവതി തന്നെയാണ് 3-5 ദിവസം കഴിഞ്ഞപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് വിഷു കഴിഞ്ഞിട്ട് അയച്ചു കൊടുത്തത് 10,000 രൂപ. എന്താ ഒരു പ്രത്യേക ദൈവത്തിന്റെ, ഒരുപാട് അധികാരമുള്ള ഒരു ദൈവത്തിന്റെ കുട്ടിയാണോ ഒരു പുരുഷൻ എന്ന് പറയുന്നത്? അധികാരം കുറഞ്ഞ അല്ലെങ്കിൽ ഡിഫക്റ്റ് ആയ ഒരു ദൈവത്തിന്റെ കുട്ടികളാണോ പുരുഷൻ? പുരുഷനും സ്ത്രീയും നമ്മുടെ രാജ്യത്ത് ഈക്വൽ ആണ്. നേരത്തെ മാഡം പറഞ്ഞു, ഷഹനാസ് മാഡം പറഞ്ഞു സ്ത്രീയെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു. അങ്ങനെ എങ്ങനെയാ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്? ചരിത്രം അങ്ങനെയാണോ പറയുന്നത്? ജൂലിയസ് സീസറെ ആരാ മാനിപ്പുലേറ്റ് ചെയ്തത്? ക്ലിയോപാട്ര അല്ലേ? മാർക്ക് ആന്റണിയെ മാനിപ്പുലേറ്റ് ചെയ്തത് ആരാ? ക്ലിയോപാട്ര അല്ലേ? ഇതൊക്കെ ചരിത്ര സത്യങ്ങളല്ലേ? എഴുത്തുകാരിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കുറച്ചും കൂടെ വിവരം വേണം. ആ സ്ത്രീക്ക് അത് ഇല്ലാത്തതിന്റെയാണ് സത്യം പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് ബബ്ബ അടിച്ചോണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ ലോകത്ത് തന്നെ സാമൂഹ്യ യാഥാർത്ഥ്യം അതാണ് ഞാൻ നേരത്തെ നിങ്ങളോട് ഞാൻ പറഞ്ഞത്. ഒരു സ്പെസിഫിക് കേസ് എടുത്ത് ജനറലൈസ് ചെയ്യാതിരിക്കും. ഇവരെന്ത് തേങ്ങയെ പറയുന്നേ? ഈ റിപ്പോർട്ടർ എന്തോ പറയുന്നേ? ഒരു വിവരമില്ലതാണല്ലോ സംസാരിക്കുന്നത്. അവസാനം മാത്രം ഞാൻ ആ ഒരു മൊത്തം കണ്ടപ്പോ ആദ്യമൊക്കെ ഇവര് ഭയങ്കര ഈ പറഞ്ഞ ഷഹനാസിനെ സപ്പോർട്ട് ചെയ്ത് വന്നപ്പോ അവസാനം അവർക്ക് തന്നെ മനസ്സിലായി ഇവർക്ക് ഇനി സപ്പോർട്ട് ചെയ്തിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ രാഹുൽ ഈശ്വറിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു. ഏതെങ്കിലും ഒരു സ്ത്രീ ചുമ്മാ ഒരാൾ പോയി പറയുക നമുക്ക് തമ്മിൽ ഞാൻ നിങ്ങളെ കല്യാണം കഴിച്ചോളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ത്രീ ബോധവും തലയ്ക്കകത്ത് ആള് താമസമുള്ള ഏതെങ്കിലും ഒരു സ്ത്രീ ആരെങ്കിലും കൂടെ കിടക്കാൻ വരുമോ? ആർ വി തിങ്കിങ് ഓഫ് നമ്മൾ ഹണിമൂൺ എന്ന് പറയുന്നത് ആഫ്റ്റർ ദ മാരേജ് അല്ലേ? ഹണിമൂൺ എന്ന് പറഞ്ഞ് കല്യാണത്തിന് മുമ്പ് ഹണിമൂൺ കേട്ടുകേൾവിയുള്ള കാര്യമാണോ? അപ്പൊ ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് തന്നെ വളരെ തെറ്റായ കാര്യമാണ്. അതെ, അതും കൂടെ ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലതായിരിക്കും. എന്റെ ഷഹനാസ് ആ 1 മണിക്കൂർ അവിടെ ഇരുന്ന് വീർത്ത ഞാൻ നോക്കുമ്പോൾ ഇത് ഫോണൊക്കെ ഇരുന്ന് കളിച്ചോണ്ടിരിക്കുന്നു. ഇവിടെയൊക്കെ പിടിച്ചിട്ട് എന്തിനാണ്? ഇവിടെയൊക്കെ നാടിന് വേണ്ടി എന്ത് ചെയ്യും? നാളെ ഞാനൊരു കാര്യം, ഷഹനാസ് ഇപ്പൊ കോൺഗ്രസ് പാർട്ടിയിലാണെങ്കിലും എവിടെ നിന്നാലും അങ്ങ് തോപ്പിച്ച് കൈ കൊടുക്കുക. എന്റെ ഒരു അഭിപ്രായം പറയുന്നത്. കാരണം ജനങ്ങൾക്ക് ഇവന്മാരെ കൊണ്ട് ഒരു ഗുണം ഉണ്ടാകത്തില്ല. കാരണം ഒരുങ്ങി കെട്ടി ഇങ്ങനെ നടക്കാൻ മാത്രം അറിയാം, അല്ല ഇവരെ കൊണ്ട് ഒരു ഗുണം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല.
ഈ പ്രണയത്തിലായ പുരുഷൻ അവരെ വിവാഹം ചെയ്തുകൊള്ളാം എന്ന് പറഞ്ഞിരുന്നത് തെറ്റാണെന്ന് എങ്ങനെയാണ് സർ വ്യാഖ്യാനിക്കുക? കല്യാണം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ റേപ്പിസ്റ്റ് ആണ് എന്ന് പറയുന്നത് നിയമമാണോ? സ്ത്രീയെ പ്രണയിച്ച് കല്യാണം കഴിക്കാമെന്ന് പറയുന്നു, പല രീതിയിൽ വാഗ്ദാനങ്ങൾ നൽകുന്നു, എന്നിട്ട് അവരെ ആദ്യം അവരുമായിട്ട് സെക്സിൽ ഏർപ്പെടും. ആ സ്ത്രീക്ക് തന്നെ അറിയില്ല സെക്സ് എന്താണെന്ന് അറിയാത്തൊരു സ്ത്രീ, ആ സ്ത്രീക്ക് തന്നെ അറിയില്ല സെക്സ് എന്താണെന്ന് അറിയാത്തൊരു സ്ത്രീക്ക് തന്നെ അറിയില്ല. അതെന്യോ അവർക്ക് അറിയത്തില്ലല്ലേ? കല്യാണം കഴിച്ച ഒരു സ്ത്രീക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയത്തില്ലായിരിക്കും. പാവം, അയ്യോ കഷ്ടം. വീണ്ടും അവരുമായിട്ട് നേരിട്ട് കാണുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ആ സ്ത്രീയുടെ ശരീരം കീറി മുറിക്കുന്നു. പിന്നീട് വന്നിട്ട് വീണ്ടും അവരുടെ ശരീരം കീറി മുറിച്ചുകൊണ്ട് വൈൽഡ് സെക്സ് ആണ് എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീയെ കീഴ്പ്പെടുത്തുന്ന ഒരു മനുഷ്യനെ കുറിച്ച് ഞാനിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഓ എന്റെ പൊന്നോ, ചേച്ചി അവിടെ ലൈവായിട്ട് കാണുന്ന പോലെ ചേച്ചിയുടെ സംസാരവും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്, എന്റെ പൊന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ കഥയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞ ശരിയാകത്തില്ല, ഒരു വീഡിയോ കൂടെ പറയുന്നില്ല, അതുകൊണ്ട് ഞാൻ അതങ്ങ് വിടുന്നതായിരിക്കും നല്ലത്. ഷഹനാസ് പറഞ്ഞ പോലത്തെ അനുഭവങ്ങൾ എല്ലാ പക്ഷത്തും ഉണ്ടായിട്ടുണ്ട്, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉണ്ടായിട്ടുണ്ട്. ആന്തരിക അവയവങ്ങൾ ദ്രവിപ്പിച്ച് ഷാരോനെ കൊല്ലുമ്പോഴും ഗ്രീഷ്മയും അവനോട് ലൈംഗികത അടക്കമുള്ള കാര്യങ്ങൾ ഏർപ്പെട്ടിരുന്നു. കഷായം കലക്കി കൊടുത്ത് ഷാരൻ വിഷം കഴിച്ച് ആന്തരിക അവയവങ്ങൾ ദ്രവിച്ചു മരിക്കുമ്പോഴും ആ ഗ്രീഷ്മയെ തെള്ളിപ്പറയാൻ തയ്യാറാവാതെ അവളെ കുറ്റപ്പെടുത്താതെ നിൽക്കുന്ന ആണുങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ഈ ചേച്ചിമാർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഇവിടെ ഷഹനാസ് പറയാൻ പോകുന്ന മറുപടി കേട്ടാൽ അതിനേക്കാളും കോമഡിയാ. ഇല്ല, പാമ്പ് കഴിച്ചൊരു പെൺകുട്ടി മരിച്ച ഓർമ്മയുണ്ടല്ലോ ഹസ്ബൻഡ് കാരണമായിട്ട്. പണ്ട് കിടക്കുന്ന അതൊക്കെ എക്സാമ്പിൾ ആയിട്ട് വരുമൊക്കെ ചെയ്യും. ഓക്കെ, പറഞ്ഞതിൽ കാര്യമൊക്കെ ഉണ്ട്, പക്ഷേ മുടന്തൻ ന്യായങ്ങളായിട്ട് വരരുത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം സംസാരിക്കാൻ വരുമ്പോൾ വേറെ പലതും ഒക്കെ പറഞ്ഞ് തടി തപ്പാൻ നോക്കുന്ന ഒരു ഷഹനാസിനെ കാണുമ്പോൾ എനിക്ക് പുച്ഛമാണ് തോന്നുന്നത്. ഇവരൊക്കെ എങ്ങനെ ഒരു നേതാവാവും? ഇവരൊക്കെ എങ്ങനെ നാടിനു വേണ്ടി ഇറങ്ങിത്തിരിക്കും? ഇതൊക്കെയാണ് ഞാൻ ആലോചിച്ചു പോകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടക്കമുള്ള കേസുകൾ ഇതിനോടുള്ള സിമിലാരിറ്റി എന്ന് പറഞ്ഞാൽ, ആദ്യം ഇതേപോലെ ഫോൾസ് മാരേജിന്റെ പ്രോമിസ് ഉണ്ടെന്ന് പറഞ്ഞു, പ്രഗ്നന്റ് ആയി എന്ന് പറഞ്ഞു, അബോർട്ട് ചെയ്തു എന്ന് പറഞ്ഞു, എന്നിട്ട് ചില ആൾക്കാർ ഭ്രൂണം സൂക്ഷിച്ചു വെച്ചു എന്ന് വരെ കഥകളുണ്ടാകും. മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്ന് പറയുന്നതിന്റെ 6 ദിവസത്തിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിന്റെ 10,000 രൂപ വിഷു കൈനീട്ടം അയച്ചു കൊടുക്കുകയാണ്. ഏതെങ്കിലും ഒരു പെണ്ണിനെ ഒരാൾ പീഡിപ്പിച്ചു കഴിഞ്ഞിട്ട് ആ പെണ്ണ് 10,000 രൂപ ഇട്ട് കൊടുക്കുവോ വിഷു കൈനീട്ടത്തിന്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതുവരെ ചെയ്തു കൊടുത്തവളാണ് അതിജീവത. ഞാൻ ഈ വരി ഒന്ന് തീർത്തോട്ടെ. രാഹുൽ ഈശ്വർ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു, ബലാത്സംഗം ചെയ്തു. 6 ദിവസത്തിന് ശേഷം ആ പെൺകുട്ടി 10,000 രൂപ വിഷു കൈനീട്ടം അയച്ചു തരുമോ? ദയവായി ശ്രദ്ധിക്കൂ, ഒരു പോയിന്റ് പറയല്ലേ. മാഡം പറഞ്ഞു ഞാൻ എതിർത്തില്ലല്ലോ. ഞാൻ അങ്ങോട്ട് ചോദിക്കാതെ എനിക്ക് ഷാമ്പൂവും മറ്റു നീ അവിടെ നിർത്ത്. നിനക്ക് ആദ്യം അരിയും മണിയും പിന്നെ വേറെ വല്ല അറിയാവുന്ന ആദ്യം നീ അതും തിരക്ക്. എന്തോ നടേ നിങ്ങൾ വഹിച്ചു തരിക. ഞാൻ ആദ്യ ദിവസം ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചു, മുഖത്തു തുപ്പി, അടിച്ചു, ഉപദ്രവിച്ചു എങ്കിൽ ഇതൊക്കെ പ്രാക്ടിക്കലാണ്. യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ ഏറ്റവും വലിയ ശത്രു ആരെന്നറിയാമോ? വ്യാജ പരാതി കൊടുക്കുന്ന സ്ത്രീകളാണ് സ്ത്രീകളുടെ ഏറ്റവും വലിയ ശത്രുക്കൾ. യഥാർത്ഥത്തിൽ നമ്മൾ സ്ത്രീകൾക്ക് കൊടുക്കുന്ന എല്ലാ ബഹുമാനവും ആദരവും ഈ വ്യാജ പരാതിക്കാർ മിസ്യൂസ് ചെയ്യുകയാണ്. ആ വ്യാജ പരാതിക്കാർ ബാക്കിയുള്ള സ്ത്രീകളുടെ സ്പേസ് ഇല്ലാതാക്കാണ്. അതെ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇവർക്ക് കിട്ടേണ്ട നീതി, അതായത് ഇപ്പൊ ഒരു കേസുമായിട്ട് ഒരു പെണ്ണ് വരുന്നുണ്ട്, അവർക്ക് നീതി കിട്ടേണ്ടതാണെങ്കിൽ ആൾക്കാരെപ്പോഴും മറ്റേ കേസ് പോലെ ആയിരിക്കും ഈ കേസും, ഇവന്മാരൊക്കെ നമ്പർ ഇറക്കിക്കൊണ്ട് വരിക, അങ്ങനെ തള്ളിക്കളയും ചില കാര്യങ്ങളൊക്കെ. ജനങ്ങൾക്ക് മനസ്സിലാവത്തില്ല. അത് രാഹുൽ പറഞ്ഞ കറക്റ്റ് ഒരു പോയിന്റ് ആണ്. പക്ഷെ ഇതൊന്നും ഇവളെപ്പോലുള്ളവന്മാരൊക്കെ വന്നിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ, സ്വന്തം നേട്ടത്തിന് വേണ്ടി ചർച്ച ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്ന പല പാവങ്ങളുടെയും ലൈഫായിരിക്കും. ഒരു സ്ത്രീയെ എൻറ്റൈസ് ചെയ്ത് മോഹിപ്പിച്ചു കൊണ്ടുപോകുന്നത് 2 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ്. വിവാഹ വാഗ്ദാനം നൽകി എന്ന് പറഞ്ഞ് പുരുഷനെ ഇതുപോലെ ജയിലഴികളിലാക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു സംതൃപ്തി. സിനിമ കാണാൻ സുഹൃത്തിനൊപ്പം പോയി എന്ന കുറ്റത്തിന് ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെട്ട ഒരു പെൺകുട്ടിയുടെ രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ അവളെന്തിനാണ് അവന്റെ കൂടെ പോയത്? അവളെന്തിനാണ് ആ സമയത്ത് സിനിമ കാണാൻ പോയത്? ഇങ്ങനത്തെ സദാചാരവാദമാണോ നമുക്ക് ഈ കാലഘട്ടത്തിലും വേണ്ടത്? അത് വേറെ നിഷ, അവിടെ ഒരു പ്രശ്നമുണ്ട്. അവിടെ നിർഭയ കേസിലെ അബലയായ പീഡനങ്ങൾക്ക് വിധേയമായി ഏറ്റവും ബ്രൂട്ടലായിട്ട് മരണപ്പെട്ട ചൂണ്ടിക്കാട്ടിയ സാഹചര്യങ്ങളില്ലേ? ശ്രീ രാഹുൽ ഈശ്വർ ചൂണ്ടിക്കാട്ടിയ സാഹചര്യങ്ങളില്ലേ? നമുക്കിതിനെ ഒന്നും സാമാന്യവൽക്കരിക്കാൻ കഴിയില്ല. അവർ വിവാഹം നിയമപരമായി നിലനിൽക്കുന്നതാണെന്ന് അവർ സ്ഥാപിച്ചിട്ട്
ആ സമയത്ത് അവരിങ്ങനെ ഒരു ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് എനിക്ക് വ്യാജ വിവാഹ വാഗ്ദാനം നൽകി എന്നെ വഞ്ചിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതികൾ ഇടപെടണ്ടേ? ഉറപ്പായിട്ടും ഇവിടെ നീതി കിട്ടേണ്ടത് ആർക്കാ? ഇവിടെ ഭർത്താക്കന്മാർക്കാ. ഇവിടെ പറയുന്നു ഡിവോഴ്സ് ആണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രശ്നങ്ങളാണ്. ആദ്യം ഡിവോഴ്സ് ആണെന്നാണ് പറഞ്ഞത്, പിന്നെ പറഞ്ഞ് പ്രശ്നങ്ങളാണെന്ന്. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയാണ് രാഹുലിന്റെ അടുത്ത് പോയെന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവർ തമ്മിൽ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പൊതുവെ ജനങ്ങൾക്കോ ഇതൊന്നും അറിയത്തില്ല. ഇപ്പൊ നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ പെണ്ണ് ഏതാണ്, പെണ്ണിന്റെ ഭർത്താവ് ഏതാണ് എന്നൊക്കെ കിടന്ന് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഇവരൊക്കെ മീഡിയ വന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഞങ്ങൾക്ക് സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല, ഈ ഒരു ന്യൂസ് കാണും എന്റെയും ഭർത്താവിന്റെ അവസ്ഥകൾ കണ്ടില്ലേ എന്നും പറഞ്ഞുള്ള രീതിയിൽ ഇവരെ ഒരു മനുഷ്യന് പോലും അറിയത്തില്ല, പേരെന്താണെന്ന് അറിയത്തില്ല, ഹസ്ബൻഡ് ഏതാണെന്ന് അറിയത്തില്ല. പക്ഷെ വരുന്ന ന്യൂസുകളും കഥകളും ഒക്കെ വേറെ രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ദുർബലയാണ്, സംരക്ഷണം അർഹിക്കുന്ന വ്യക്തിയാണ് എന്ന് പറയുമ്പോൾ തന്നെയും ദുരുപയോഗം ചെയ്യപ്പെടുന്നതിനോട് നമുക്ക് കണ്ണടയ്ക്കുവാൻ ഒക്കില്ല. ഷഹനാസ് പറഞ്ഞ ഒരു കാര്യത്തിന് ഞാൻ റിപ്ലൈ പറയാം. ആ ഡോക്ടർ ഓമന എന്ന് പറഞ്ഞ ലേഡിക്കെതിരെ ഒരു കേരള പോലീസ് എടുത്തൊരു കേസുണ്ട്. അതിന്റെ ഫാക്സ് അറിയാമോ? ഒരുത്തനെ കൊണ്ട് 16 അവന്റെ ബോഡി കട്ടിയിട്ട് ഫ്രിഡ്ജിനകത്ത് കയറ്റി ഡിസ്ട്രോയ് ചെയ്ത്. അവര് സ്ത്രീയല്ലേ, അത് ഡിഫെൻഡ് ചെയ്യുമോ? അപ്പൊ അവര് ദുർബലയാണോ? എന്താ ഈ പറയണേ? ജനറൽ ആയിട്ടിന്റെ കാര്യം ശരിയാണ്, ജനറൽ ആയിട്ട് പെണ്ണുങ്ങളൊക്കെ ഭയങ്കര അബലകളാണ്, അങ്ങനെ പറയുന്നത് തെറ്റ. ഒരു സ്ത്രീ ഒരുത്തം പോയിട്ട് അവന്റെ അടുത്ത് പോയിട്ട് വന്ന് ഞാൻ ഒന്ന് കല്യാണം കഴിക്കാം, നിങ്ങൾ എന്റെ കൂടെ വന്ന് കിടക്കുമെന്ന് പറഞ്ഞാൽ തലയ്ക്കകത്ത് ആള് താമസമുള്ള ഒരു സ്ത്രീയും വരത്തില്ല. അവന്റെ ചൗക്കുറ്റി അടിച്ച് പൊളിക്കും. മാന്യതയുള്ള ഏത് സ്ത്രീ അത് ചെയ്യത്തുള്ളൂ. നമ്മുടെ വീട്ടിലൊക്കെ പെണ്ണുങ്ങളില്ലേ, ഇത് വളരെ മോശകരമായ ഒരു അവസ്ഥയാണിത്. ഒരു ചെറിയൊരു സംഭവം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒരിക്കൽ രാത്രി 12 മണിക്ക് ഒരുത്തനെ വീട്ടിൽ പോയിട്ട് ഉറങ്ങിക്കിടക്കുന്ന ഒരുത്തനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരിക. വാട്ട് നോൺസെൻസ് ഇറ്റ് ഈസ്. സ്ത്രീ അബലയായോണ്ട് ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അപ്പൊ ജയിലിൽ പോകുന്നവന് ഒരു റൈറ്റും ഇല്ലേ? ഡോണ്ട് ജനറലൈസ് ചെയ്യുന്നത് തെറ്റ്, അത് തെറ്റ്. ഇത് വളരെ കാലിക പ്രാധാന്യമുള്ള വിധിയാണ്. എത്രയോ പെണ്ണുങ്ങൾ എത്രയോ കള്ളക്കേസുകളായിട്ട് വരുന്നു. അപ്പൊ ഇതൊന്നും ന്യായമല്ല. ഒരു കേസിനെ നമ്മൾ നോക്കുമ്പോൾ അത് ഒരിക്കലും നമ്മൾ ജനറലൈസ് ചെയ്ത് മര്യാദ ഉള്ള പുരുഷനും ഉണ്ട്, മര്യാദ ഉള്ള സ്ത്രീയും ഉണ്ട്, തെമ്മാടിത്തമുള്ള പുരുഷനും ഉണ്ട്. ഇത് രണ്ടും നമ്മൾ കാണണം. അല്ലാതെ ഒരു ഭാഗം മാത്രം കാണുന്നത് കുതിര കണ്ണു കിട്ടിയതുപോലെ നമ്മൾ ഈ വിഷയത്തെ സമീപിക്കുന്നത് തെറ്റാണ്. ഷഹനാസ് ഇപ്പൊ വിചാരിച്ചാണ് എനിക്കിത് എന്തിന്റെ കേടാന്നുള്ള രീതിയിൽ. മുമ്പ് സംസാരിക്കുന്നതിനിടയിൽ പുള്ളിക്കാരുടെ വെള്ളം കുടിയൊക്കെ കാണണം. ഞാൻ അതുപോലെ തന്നെ ആ ഫോണിലോട്ട് നോക്കിയപ്പോഴാണെങ്കിലും അവര് ചാറ്റോ കാര്യങ്ങളോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരോ ബോധ്യപ്പെടുത്താൻ വേണ്ടി വന്ന കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞ ഷഹനാസിന്റെ കാര്യം പറയുവാണെങ്കിൽ വെറും പുച്ഛം മാത്രമേ ഉള്ളൂ എനിക്ക് ഈ ഒരു സ്ത്രീയെ കുറിച്ച്. ഇനി കുറച്ചും കൂടെ ഞാൻ നിങ്ങൾക്ക് വെച്ചു തരാം. പ്രണയത്തിലായിരിക്കുന്ന സ്ത്രീയും പുരുഷനും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെ തെറ്റിപ്പോയി മാഡം. യു ആർ ട്രൈങ് ടു മിസ്ഇന്റർപ്രറ്റ് തിങ്സ്. ഒരുത്തന്റെ കൂടെ സ്നേഹമാണെന്ന് പോയി കിടന്നിട്ട് അവന്റെ കൂടെ ലൈഫ് എൻജോയ് ചെയ്ത് തിരിച്ചു വന്നിട്ട് അവനെ പിടിച്ച് ജയിലിനകത്താക്കുന്ന മാന്യതയാണോ? മാന്യതയുള്ളൊരു സ്ത്രീ അത് ചെയ്യുവോ? ഒന്നും ചെയ്യത്തില്ല. നിനക്ക് എന്നെ വേണ്ടെങ്കിൽ എനിക്ക് നിന്നെ ഇന്നലെ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോവും. മാന്യതയുള്ള സ്ത്രീ പോടാ പുല്ലേന്ന് പറഞ്ഞിട്ട് പോവും. അല്ലാതെ അവനെ പിടിച്ച ജയിലിനകത്തിടുന്നതാണോ മാന്യത? കേസിലും ഗർഭഛിദ്രത്തിന് അവർ നിർബന്ധിതരായി എന്ന് പറയുന്നുണ്ട്. ഒരു പ്രണയം ഒരു സ്നേഹബന്ധം ഉണ്ടാകുമ്പോഴത്തേക്ക് ഒരു സ്ത്രീക്ക് മാത്രമേ വിഷമം വരത്തുള്ളൂ. എത്രയോ പുരുഷന്മാര് പ്രണയ നൈരാശ്യം കൊണ്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ഭ്രാന്തന്മാരാണോ? ഇത് ഈക്വലി അപ്ലൈസ് മാഡം. മാത്രമേ ഉള്ളൂ. പ്രണയ നൈരാശ്യം പുരുഷന് വരത്തില്ലേ? അവന് ഡെസ്പയർ വരത്തില്ലേ? അവന് ഡിപ്രഷൻ വരത്തില്ലേ? പെണ്ണുങ്ങൾക്ക് വരുന്ന പോലെ ആണുങ്ങൾക്കും വരും. അവര് കഴിക്കുന്ന ആഹാരം വേറൊരു ആഹാരമല്ല. ഏത് ക്രൂരതയും സ്ത്രീയും ചെയ്യും, പുരുഷനും ചെയ്യും, എല്ലാവർക്കും ചെയ്യാം, നിങ്ങൾക്കും ചെയ്യാം. പറഞ്ഞ മനസ്സിലല്ലേ? ഒരു ക്രൂരത സ്ത്രീ ചെയ്യുന്ന പുരുഷന് ചെയ്യാം. എനിക്കുള്ള എല്ലാ വികാരങ്ങളും ഒരു സ്ത്രീക്കും ഉണ്ടാവും. അസൂയ, കുശുമ്പ്, അധികാരത്തോട് ആർത്തി, പണത്തിനോട് ആർത്തി, ഇത് കൈക്കൂലി വാങ്ങിക്കാനുള്ള ആർത്തി, ഇതെല്ലാം സ്ത്രീക്കും ഉണ്ടാവും, പുരുഷനും ഉണ്ടാവും. പുള്ളിക്കാരന്റെ ആ സംസാരം ഞാനൊക്കെ കേട്ടങ്ങ് നിന്ന് പോവായിരുന്നു. ഷഹനാസ് അവിടെ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പറയുന്ന ബ്രേക്കപ്പും കാര്യങ്ങളൊക്കെ ആണുങ്ങൾക്കും ഉണ്ടാവുന്നതാണ്. അവർക്കും ഉണ്ട് ബുദ്ധിമുട്ടും ഫീലിങ്സും കാര്യങ്ങളൊക്കെ. എത്ര അവൾമാരുണ്ടെന്നറിയോ? എത്ര നമ്മൾ ആത്മാർത്ഥയോടെ നിന്നാലാണെങ്കിൽ പോലും ഇതിന്റെ അപ്പുറവും തോന്നിവാസം കാണുന്നത്. അപ്പം കാണുന്നതിന് അപ്പാന്ന് വിളിച്ച് നടക്കുന്ന കുറെ അവൾമാരുണ്ട്, സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കുന്നത്. അങ്ങനെ കുറെ അവൾമാരൊക്കെ നമുക്കും അറിയാം. കുറെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവറ്റകളൊക്കെ ഇങ്ങനെ ആയി പോയില്ലേ. ഇനി ഷഹനാസിനോട് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. വിവരം കേട്ട അവിടെ സംസാരം കേൾക്കണം. ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം തരാതെ അത് നിങ്ങൾ കാണും, ഞാൻ പറയുന്നില്ല. സ്ത്രീക്ക് മാത്രമേ ഒന്നും ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷമിച്ചു പോകത്തേ ഉള്ളൂ. അവരെന്താ മനുഷ്യരല്ലേ? എങ്ങനെയാണ് ഷഹനാസ് ഇതിനെ കാണുന്നത്? ഞാൻ പറയട്ടെ, സത്യം പറഞ്ഞാൽ ഇവരൊക്കെ ഇപ്പൊ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഒരു വിഷം കൊടുത്തുകൊള്ളുന്ന ഒരു സ്ത്രീയെ കുറിച്ച് പറയുന്നുണ്ട്. എന്തു പറ്റി? ധൈര്യം ചോർന്നു പോയോ? പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളൊന്ന് കണക്കെടുത്ത് നോക്കൂ, എത്രമാത്രം സ്ത്രീകൾ എല്ലാ കാറ്റഗറീസിലും തെറ്റും ചെയ്യുന്ന മനുഷ്യരുണ്ട്.
സ്ത്രീകളിലുമുണ്ട് പുരുഷന്മാരിലുമുണ്ട്. നിങ്ങൾ അതിന്റെ ഒരു കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളെ ആക്രമിക്കുന്ന ആളുകൾ ആരാണ്, പുരുഷന്മാരെ ആക്രമിക്കുന്നതിൽ കണക്കുകൾ നോക്കൂ. നമുക്കറിയാം നമ്മുടെ നാട്ടിലാണ് ഒരു ഡിസബിലിറ്റി ഉള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് പാമ്പിനെ കൊണ്ട് കൊല്ലിപ്പിച്ച ഒരു പുരുഷനുള്ള. ദൈവമേ, ഇവിടൊക്കെ കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ ഉണ്ടെന്ന് പറയുമ്പോ തന്നെ നാണക്കേടാണ്. എന്തോന്നാണ് ഈ പറയുന്നേ? നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ്, ഇവിടെ പറയുന്നത് എന്താണ്? ഓക്കെ, ഇവിടെ ആ ഒരു കാര്യം എടുത്തിട്ടുള്ള റീസൺ എന്താണ്? സത്യം പറഞ്ഞാൽ ചർച്ച ചെയ്ത് എങ്ങോട്ടാ പോകുന്നത്? നാട് നമ്മുടെ നാടാണ്. ആ നാട്ടിലിരുന്നിട്ടാണ് നമ്മൾ പുരുഷന് വേണ്ടി നടക്കുന്ന എല്ലാ പീഡന കേസിലും രാഹുൽ മാങ്കൂട്ടം എന്നുള്ള പേര് എടുത്തിടുന്നത് ആരാണ് എന്ന് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. എല്ലാവരും പറയുന്ന ഒരു കാര്യം, സ്ത്രീ സംരക്ഷണത്തിന് നിയമങ്ങളുണ്ട്, ശരി തന്നെ. പക്ഷെ ആ നിയമം ഉണ്ട് എന്ന ബലത്തിൽ ആളുകൾക്കെതിരെ വ്യാജ പരാതികളും വ്യാജ ആരോപണങ്ങളും ഉന്നയിക്കുന്നു. എവിടെയാണ് പുരുഷനിലും കള്ളത്തരം ചെയ്യുന്നവരുണ്ടാവും? ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ ഒരു കേസ് നിങ്ങൾ ആലോചിക്കൂ. അത് തന്നെയാണ് അഡ്വക്കേറ്റ് രഞ്ജിത്തും പറഞ്ഞത്. ഈ കള്ളത്തരം ചെയ്യുന്നതിൽ ജെൻഡർ വ്യത്യാസമില്ല എന്നുള്ളതാണ് ഈ പുരുഷനകത്ത് പോകാൻ. അപ്പൊ അങ്ങനെ ഒരാളെ ജയിലിൽ അടച്ചുകൊണ്ട് പക വീട്ടാൻ ഇറങ്ങുന്നത് വിദ്യാസമ്പന്നയായ ഒരു സ്ത്രീക്ക് ചെയ്യുന്ന കാര്യമാണോ? അങ്ങനെയാണോ ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഷഹനാസിനോട് എനിക്കൊരു ചോദ്യമുണ്ട്, ഞാനൊന്ന് ചോദിച്ചോട്ടെ. ഐ വോണ്ട് ആൻസർ ഫ്രം ഹർ. ഞാൻ ചോദിച്ചോട്ടെ മേഡം, ഒറ്റ ക്വസ്റ്റ്യൻ. ഷഹനാസ്, ഈ ഛത്തീസ്ഗഡിലെ കേസുണ്ടോ, പ്രമോദ് കുമാർ നവരത്ന വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ, ഇതേപോലുള്ള ഫാക്ട്സ് ഉള്ള ഒരു കേസ് നിങ്ങളോട് ഞാൻ പറയുന്നു, ഇതിൽ ആരാ തെറ്റ്? സ്ത്രീ തെറ്റുകാരിയാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് മറുപടി പറയും? ഞാനൊരു കാര്യം പറയട്ടെ, പറയണം മേഡം. വ്യക്തിപരമായിട്ട് അറിയാവുന്ന പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതിന് മറുപടി തരണം മേഡം. അവര് കൈൻഡ്ലി ഗീവ് ആൻ ആൻസർ ടു ദിസ്. അവര് ഞാൻ പറയാണ് പെട്ടിരിക്കുകയാണ് നമ്മൾ ശരിക്കും. അവര് ഞാൻ പറയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ബന്ധം വേർപ്പെടുത്തി നിൽക്കുന്ന സമയത്താണ് വൈൽഡ് സെക്സ് ആണ് ഇഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീയുടെ ശരീരം മുഴുവൻ കീറി മുറിക്കുകയാണ്. ആ സ്ത്രീ എന്താ ചെയ്യേണ്ടത്? ഇവിടെ പാർട്ടി തന്നെ എടുത്ത് കളയുന്നതാണ് നല്ലത്. കാരണം ഇതുപോലൊരു ഇവിടെ കെട്ട ഒരു എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. എന്റെ പൊന്നു, ചോദിക്കുന്ന ചോദ്യത്തിന് പോലും ഉത്തരം. ഇവിടൊക്കെ വന്ന ജനങ്ങൾക്ക് എന്താ ഒരു വേദിയിൽ എങ്ങനെ ഇവിടെ പ്രസംഗിക്കും? ഇതൊക്കെ കണ്ട ആൾക്കാരെങ്ങനെ ഇരിക്കുമെന്നാണ് ഞാൻ ആലോചിച്ചു പോകുന്നേ. ഇവിടെ ഒന്നും പഞ്ചായത്തിൽ അടുപ്പിക്കില്ലേ, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാനാർത്ഥികളോട് വോട്ട് പിടിപ്പിക്കാൻ പോലും കൊണ്ടുപോകുന്നതാണ് എന്റെ അഭിപ്രായം. ഞാനൊരു വീഡിയോ ജസ്റ്റ് ഒന്ന് സംസാരിച്ചു പോകാൻ വേണ്ടി മാത്രമാണ്. മെയിനായിട്ട് എനിക്ക് ആ 10 കോടി രൂപയുടെ നഷ്ടപരിഹാരം അത് നിങ്ങളെ കാണിക്കണം. അതിന്റെ കൂടെ ഇതും കൂടെ ഒന്ന് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഒരു തൽക്കാലത്തേക്കുള്ള ഒരു വീഡിയോ മാത്രമേ ഉള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും പറയാം. ബൈ, ലവ് യു.